നമസ്കാരം. CPIM നേതാവ് പി രാജീവാണ് മീറ്റ് ദി എഡിറ്റേഴ്സിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം മീറ്റ് ദി എഡിറ്റേഴ്സിലേക്ക്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഒരു MPയേക്കാൾ രാജ്യസഭയിലെയോ ലോക്സഭയിലോ ഒരു MPയേക്കാൾ വലിയ കസേരയാണ് ഒരു CPIMൻ്റെ ജില്ലാ സെക്രട്ടറിയുടേത് എന്നാണ്. എന്നാൽ താങ്കളുടെ രാജ്യസഭയിലെ യാത്രയയപ്പ് സമ്മേളനത്തിൽ യോഗത്തിൽ ഇന്ത്യയിലെ ഒന്നാം നിര പാർട്ടികളുടെ ഒന്നാം നിര നേതാക്കന്മാർ താങ്കൾ പിരിയുന്നതിനെക്കുറിച്ച് വിഷമത്തോടെ സംസാരിക്കുകയാണ്, താങ്കളുടെ സേവനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച്. ഈ നിമിഷത്തിൽ താങ്കളുടെ ഇഷ്ടം എന്താണ്? ഒരു രാജ്യസഭ MP ആയിരിക്കാനാണോ, CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കാനാണോ? CPIMൽ പ്രവർത്തിക്കുമ്പോൾ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല. നമ്മൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കൂട്ടായൊരു തീരുമാനമാണ് പാർട്ടി എടുക്കുക. അപ്പോൾ രാജ്യസഭാ അംഗമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ ആ മേഖലയിലെ ഒരു ചുമതല നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന ഒരു സംഘടനാപരമായ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആ ചുമതല നിർവഹിക്കാൻ ശ്രമിക്കുക. രാജ്യത്തെ ഇടതുമുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വലിയ തിരിച്ചടിയെ നേരിടുന്ന കാലമാണ്. പാർലമെൻറ്റിൽ അംഗങ്ങളുടെ എണ്ണം ശുഷ്കമാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പാർലമെൻ്ററി രംഗത്തെ പോരാട്ടം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അതിന് ഏറ്റവും പറ്റുന്ന ആളുകളെയാണ് പാർലമെൻറ്റിലേക്ക്, രണ്ട് സഭകളിലേക്കും അയക്കേണ്ടതും. അങ്ങനെ താങ്കളെപ്പോലെ ഒരാളുടെ സേവനം മുക്തകണ്ഠം പ്രശംസ നേടുന്ന ഘട്ടത്തിലാണ് താങ്കൾ ടേം അവസാനിക്കുകയും തിരികെ കേരളത്തിലേക്ക് വരികയും ചെയ്യേണ്ടി വന്നത്. ആ ഒരു ആംഗിൾ കൂടി പാർട്ടി ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, ഇതിലിപ്പോൾ ഞങ്ങൾ സാധാരണ സ്വീകരിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ടേം എന്നുള്ളതാണ് സാധാരണ ഒരു കീഴ്വഴക്കം. അപ്പോൾ ഇതിന് മുൻപുള്ള ആളുകൾക്കെല്ലാം ഈ 2 ടേം കൊടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ പാർലമെൻറ്റിലേക്ക് എത്തില്ലായിരുന്നു. കുറച്ചുകൂടി എത്തുകയോ എത്താതിരിക്കുകയോ ചെയ്യാം. ചിലപ്പോൾ 2 ടേം കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു ടേം കൂടി കുട്ടികൾ കുറേ കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും എന്ന് തോന്നിയെന്ന് വരാം. അപ്പോൾ ഞാൻ പക്ഷേ തുടക്കത്തിൽ തന്നെ എനിക്കൊരു 6 വർഷമേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ മിനിറ്റ് മുതൽ തന്നെ എങ്ങനെ ഈ 6 വർഷം നന്നായി ഉപയോഗിക്കാം എന്നുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അരുൺ ജെയ്റ്റ്ലി, ഗുലാം നബി ആസാദ്, സച്ചിൻ ടെണ്ടുൽക്കർ ഇവരൊക്കെ താങ്കളുടെ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾക്ക് രാജ്യസഭയിൽ ഇരയായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെയാണ് താങ്കളെ മുക്തകണ്ഠം പ്രശംസിച്ച ആളുകൾ മുൻനിരയിലുള്ളത്. ഇതിലെ കൗതുകം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതൊരു വ്യക്തിപരമായ അവരുടെ ഒരു മഹത്വത്തെ ഞാൻ തിരിച്ചറിയുന്നു. രാഷ്ട്രീയമായും ആശയപരമായിട്ടും ശക്തമായ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു സെഷനിൽ ഞാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ച ഇടപെടലുകളിൽ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായിട്ടുള്ള വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള പാർലമെൻറ്റേറിയൻ അരുൺ ജെയ്റ്റ്ലിയുടെ അദ്ദേഹമാണ് എനിക്കെതിരെ 2 ഘട്ടത്തിൽ എൻ്റെ 2 പ്രമേയങ്ങൾക്കെതിരെ അതിശക്തമായ വാദം ഉന്നയിച്ചത്. ആ വാദമുഖങ്ങളെ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ മറികടക്കാനും അദ്ദേഹം ഉന്നയിച്ച ആ വാദങ്ങളെ തള്ളി ഞാൻ ഉന്നയിച്ച വാദങ്ങൾക്ക് 2 തവണയും അനുകൂലമായ റൂളിംഗ് ലഭിക്കുകയുണ്ടായി. സാധാരണഗതിയിലുള്ള ഒരാളുകളാണെങ്കിൽ, നമ്മുടെയൊക്കെ ഒരു പരിചിതമായ മണ്ഡലമാക്കിയാണെങ്കിൽ ഇവരൊന്ന് നമ്മളിങ്ങനെ കൈകാര്യം ചെയ്തതല്ലേ എന്ന മട്ടിലാണെങ്കിൽ അതിൽ നിന്ന് അപ്പുറത്തേക്കാണ് അവർ. അല്ലെങ്കിൽ ഗുലാം നബി ആസാദ് ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് മെഡിക്കൽ കൗൺസിലിൻ്റെ അഴിമതിക്കെതിരെയുള്ള എൻ്റെ പാർലമെൻറ്റിലെ എനിക്കൊരു 2 വർഷം മറ്റോ തികയുന്ന സന്ദർഭത്തിലാണ് കോളിംഗ് അറ്റൻഷൻ വരുന്നത്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വേദിയൊരുക്കി. അതിനെ തുടർന്നാണ് കേതൻ ദേശായിയുടെ നേതൃത്വത്തിലുള്ള ആ മെഡിക്കൽ കൗൺസിൽ പിരിച്ചുവിടാൻ നിർബന്ധിതമായത്. അപ്പോൾ അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളെല്ലാം ഒരു രാഷ്ട്രീയ നിലപാടുകളും പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമീപനങ്ങളും സ്വീകരിച്ചപ്പോൾ തന്നെ ആ ഇതിനകത്ത് അതിനെ വളരെ പോസിറ്റീവായി അവർ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഗുണപരമായ വശമായി. പി രാജീവിനെ സർക്കാർ നോമിനേറ്റ് ചെയ്യണം എന്നാണ് ഒരാവശ്യം ഉയർന്നത്. ആ ലാപ്ടോപ്പ് ഒന്ന് തന്നിട്ട് പോകണമെന്ന് ഗുലാം നബി ആസാദ് പറയുന്ന അവസരമുണ്ടായി. ഇങ്ങനെയൊക്കെ വരുന്ന പ്രശംസകൾ, പി രാജീവ് എന്നാൽ പാർലമെൻ്ററി രാജീവ് എന്നൊരു പരാമർശമുണ്ടായി. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്നാണ് താങ്കൾ സ്വയം വിലയിരുത്തുമ്പോൾ തോന്നുന്നത്? അല്ല, ഞാൻ അതിനകത്ത് തോന്നുന്നത് പരമാവധി നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയുണ്ടായി. അതിനെനിക്ക് എല്ലാവരുമായിട്ടും നല്ല സൗഹാർദ്ദം ഉണ്ടായിരുന്നു. ഓരോ പ്രശ്നങ്ങളിലും ഇപ്പോൾ നരേഷ് ഗുജറാൽ, മുൻ പ്രധാനമന്ത്രി IK ഗുജറാലിൻ്റെ മകനാണ്. അദ്ദേഹം ഒന്നിച്ച് 2-3 കമ്മിറ്റികളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇൻഷുറൻസിൻ്റെ സെലക്ട് കമ്മിറ്റി, മറ്റു ചില കമ്മിറ്റികൾ. അപ്പോൾ അത്തരം ഇടപെടലുകളുടെയും പിന്നെ പാർലമെൻറ്റിനകത്ത് നമ്മൾ നടത്തുന്ന ഒരു വസ്തുനിഷ്ഠമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ iPad എല്ലാ പാർലമെൻറ്റ് അംഗങ്ങൾക്കും പാർലമെൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പേപ്പർ കുറയ്ക്കുക, ഇതിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പുസ്തകം നോക്കേണ്ട, റൂൾ നോക്കണമെങ്കിൽ iPad കിട്ടും. എല്ലാം തന്നെ iPad ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. IT സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പാർലമെൻറ്റ് ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗം, പിന്നെ എല്ലാവരും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് എൻ്റെ ഒരു വ്യക്തിപരമായ മികവിൻ്റെ ഭാഗം മാത്രമാണെന്ന് കരുതുന്നില്ല. നമ്മൾ സാധാരണ വളരെ അലക്ഷ്യമായി ആരും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രസംഗത്തിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ട് എന്ന ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. എൻ്റെ തന്നെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ
വളരെ സീനിയറായിട്ടുള്ള പ്രായം ചെന്ന ഒരു ഗവർണറൊക്കെ ആയിരുന്ന ഒരു രാജ്യസഭാ അംഗം BJPയുടെ, ഇപ്പോൾ അദ്ദേഹം രാജ്യസഭയിലില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ബോറിംഗ് പ്രസംഗമാണ്, ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ആ പ്രസംഗത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും കിടപ്പുണ്ടാവും. ഞാനത് ഒരു ദിവസം ശ്രദ്ധിച്ചപ്പോഴാണ് ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ പാർലമെൻറ്റിന് എന്താ അവകാശം, അത് സ്റ്റേറ്റിന് നിയമസഭയുടെ അവകാശമല്ലേ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് തോന്നി. ഞാൻ പിന്നെ നേരെ ഭരണഘടന നോക്കി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഇതെല്ലാം നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഭാഗങ്ങൾ ശരിയാണ്. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ബുന്ദേൽഖണ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള ഒരു ബില്ല് വരുന്നത്. അപ്പോൾ ഞാനതിന് ഭരണഘടന ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി പാർലമെൻറ്റില്ല എന്ന് പറഞ്ഞ് ഒബ്ജക്റ്റ് ചെയ്തു. പെട്ടെന്ന് SP എടുത്തു, BSP എടുത്തു, 3 തവണ സഭ നിർത്തിവെച്ചു. വെല്ലിൽ ഇറങ്ങാതെ നമുക്ക് സഭ നിർത്തിവെക്കാം പ്രശ്നങ്ങൾ വസ്തുതാപരമാണെങ്കിൽ. അതിനുശേഷം പിന്നീട് അത് വീണ്ടും UP ഇലക്ഷൻ ശേഷം കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ അത് ശരിയായി നിലനിൽക്കുന്നതല്ല എന്ന് ആ ന്യായം. അപ്പോൾ അന്ന് കപിൽ സിബലാണ് അപ്പുറത്ത് വാദിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇതിനു മുൻപ് എത്രയോ യൂണിവേഴ്സിറ്റികളോട് രൂപീകരിച്ചിരിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞൊരു ഭാഗം വളരെ ശക്തമായി അരുൺ ജെയ്റ്റ്ലി പിന്തുണച്ചിരുന്നു. ഞാനന്ന് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് കനോട്ട് ബി ഓവർ റൂൾഡ് ബൈ പ്രസിഡൻസ്. ഭരണഘടനാ തത്വങ്ങളെ കീഴ്വഴക്കങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയില്ല. ഇന്നലെ ആരെങ്കിലും ചോദ്യം ചെയ്തു, അപ്പോൾ അന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് അത് വളരെ ശരിയായ പരാമർശമാണ്. ഇത്തവണ ഞാൻ സെലക്ട് കമ്മിറ്റി മോഷൻ അവതരിപ്പിച്ചപ്പോൾ അന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു ഇത് ഞാൻ ഉന്നയിച്ച ഈ മോഷനകത്ത് 2 അംഗങ്ങൾ ശരത് യാദവും അതുപോലെ രാജയും ഇപ്പോൾ പ്രസംഗിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഈ മോഷൻ ഇറ്റ്സെൽഫ് ഇൻഫ്രഷസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ലോക്പാൽ ബിൽ ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ സെലക്ട് കമ്മിറ്റിയുടെ മോഷൻ വന്നു. ആ മോഷൻ ചർച്ച നയിച്ച ആൾ ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ്. ആ കമ്മിറ്റിയിൽ 1ാം പേരുകാരൻ അരുൺ ജെയ്റ്റ്ലിയാണ്. അപ്പോൾ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു അത് അന്ന് ആരും ചോദ്യം ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ചോദ്യം ചെയ്യാത്തത് there is no substance to question that. അപ്പോൾ ഞാൻ ഈ ഭാഗം കൂട്ടുകയും ചെയ്തു, അതും സഭ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് വളരെ അലക്ഷ്യമാണ് എന്ന് തോന്നുന്ന ഒന്നിൽ നിന്ന് പോലും എന്തെങ്കിലും പഠിക്കാനുണ്ട് എന്നൊരു കാഴ്ചപ്പാടുകാരനാണ് ഞാൻ. അപ്പോൾ അത്തരം പലരും നിന്നും പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിക്കാനായിട്ട് ഞാൻ സമർത്ഥമായി എൻ്റെ പരിമിതികൾക്കകത്ത് ശ്രമിക്കുകയാണ് ചെയ്തത്. വിഭാഗീയത കുടികുത്തി വാഴുന്ന ഒരു ജില്ലയിൽ പാർട്ടിയുടെ ഒരു കേന്ദ്രത്തിൽ നിന്ന് താങ്കൾ വല്ലാതെ പിന്തള്ളപ്പെടുന്നു. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. പിന്നീട് താങ്കളുടെ പ്രവർത്തന കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് സ്വാധീനം ചെലുത്തിയത് ഒരുപക്ഷെ CPIM സംസ്ഥാന സെക്രട്ടറി ആയി ദീർഘകാലം പ്രവർത്തിച്ച പിണറായി വിജയൻ്റെ ഇടപെടലുകളായിരിക്കാം എന്നാണ് താങ്കൾ പുറത്തു നിന്നുള്ള ആളുകൾ കരുതുന്നത്. ഈ ഘട്ടത്തിൽ താങ്കൾക്ക് ഈ ഒരു ടേണിംഗ് പോയിന്റിൽ മാറ്റത്തിലേക്കുള്ള ഈ ഒരു വഴിയിൽ പിണറായി വിജയനോട് ആണോ കടപ്പാട്? വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഏറെ പിന്തുണയും സഹായവും അദ്ദേഹത്തിൽ നിന്ന് ഏറെ പാഠങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നേതൃത്വം കൂട്ടായ നേതൃത്വമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ പിന്തുണയും അദ്ദേഹത്തിൽ നിന്നുള്ള ഏറെ സഹായവും ഇടപെടലുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. പൊതുവെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു പാഠമുള്ളത് ചരിത്രം എപ്പോഴും പോകും നേർവരയിലൂടെയല്ല. വ്യക്തികളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ ആയിരിക്കാം. അതിന് കയറ്റിറക്കങ്ങളുണ്ടാവും, വളവ് തിരിവുകളുണ്ടാവും, ചെരിവുകളുണ്ടാകും. നമ്മൾക്കൊരു ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ഇതെല്ലാം പ്രവർത്തിക്കാൻ കഴിയും എന്ന് കരുതുന്ന ഒരാളല്ലേ. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറയുമ്പോഴും പാർലമെന്ററി പ്രവർത്തനത്തിൽ താങ്കളുടെ മികവിനെ എല്ലാവരും ഉയർത്തി പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ സംഘടനാ രംഗത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. വ്യക്തിപരമായി താങ്കൾ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നു, ഓപ്റ്റ് ചെയ്യുന്നത് സംഘടനാ പ്രവർത്തനമാണോ അതോ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തെയാണോ? അതിലൊന്ന് നമുക്ക് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ കുറേ ഒരു പുതുമ കിട്ടും. നേരത്തെ പത്രത്തിൽ നേരെ പാർലമെൻറ്റിലേക്ക് വന്നു, കുറേ പുതുതായി പഠിക്കാൻ പറ്റി. സംഘടനാ രംഗത്ത് ഞാൻ അങ്ങനെ പ്രധാന ചുമതലകൾ നിർവഹിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സന്ദേശങ്ങൾ ലഭിച്ചത് ഞാൻ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദർഭത്തിലാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മെസ്സേജുകൾ പാർട്ടിക്ക് പുറമെയുള്ള ആളുകൾ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ആളുകൾ എല്ലാവരും നിന്ന് സന്ദേശങ്ങൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ചുരുങ്ങിയ കാലത്തിൽ ഏറ്റെടുത്ത പരിപാടിക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണ ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു പുതിയ മേഖലയാണ്. അപ്പോൾ ആ മേഖലയ്ക്കകത്ത് പരമാവധി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഇതുവരെ ലഭിച്ച ചുമതലകളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി കരുതുന്നത് ഈ സംഘടനാ ചുമതലയാണ്. എറണാകുളം ജില്ലയാണ് CPIMന്റെ വിഭാഗീയതയുടെ ഏറ്റവും മോശമായ തലങ്ങളിലേക്ക് പോയിട്ടുള്ള ജില്ല. മറ്റ് സ്ഥാപിത താല്പര്യങ്ങൾ പാർട്ടിയിൽ ഏറെ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു ജില്ലയും എറണാകുളമാണ്. അതിൻ്റെ റിപ്പോർട്ടുകളുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വെല്ലുവിളിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇങ്ങനെയുള്ള പ്രവണതകൾ തെറ്റായ പലതും കടന്നു കയറാൻ കഴിയുന്ന ഭൗതിക സാഹചര്യം ഏറെ ശക്തമായിട്ടുള്ള ജില്ലയാണ് എറണാകുളം. അതിൻ്റേതായ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും. വിഭാഗീയതര പ്രശ്നങ്ങൾ ശക്തമായി ഉണ്ടായിരുന്ന, വേണമെങ്കിൽ അതിൻ്റെ എപ്പിക് സെൻറ്റർ, ഒരു പ്രഭവ കേന്ദ്രം എന്ന് തന്നെ പറയാമായിരുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അതൊരു വെല്ലുവിളിയാണ്, ഒപ്പം തന്നെ ഒരു അവസരം കൂടിയാണ്. ഈ തെറ്റായ പ്രവണത ഒരാൾ വിചാരിച്ചാൽ മാറുന്ന ഒന്നാണോ? ഭൂമാഫിയയായി പാർട്ടിയുടെ ആളുകൾ, 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും മറ്റു പാർട്ടികളുടെയും ഒക്കെ ആളുകൾ പ്രവർത്തിക്കുന്നത് ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എറണാകുളം ജില്ലയിൽ. റിയൽ എസ്റ്റേറ്റ് ആവശ്യമുള്ള ആളുകൾ ആദ്യം
പാർട്ടിക്കാരെ സമീപിക്കുന്ന അവസ്ഥ. ഇനി അങ്ങനെ സമീപിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ ഭൂമിയിൽ കൊടി കുത്തുക, പണം കൊടുത്തതിന് ശേഷം കൊടി മാറ്റുക എന്ന നിലയിലേക്ക് വലിയ തോതിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അല്ല, അതിലിപ്പോൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാത്രം തിരുത്താൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് പാലക്കാട് ചേർന്ന പാർട്ടി പ്ലീനം ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കൂട്ടായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ പൊതു തീരുമാനമാണ്. പിന്നെ ആ തീരുമാനം നടപ്പിലാക്കുന്നതിൽ വ്യക്തിപരമായ ചുമതലകരാണുള്ളത്. അതുകൊണ്ട് സെക്രട്ടറി എന്ന നിലയിൽ വ്യക്തിപരമായ ചുമതല നിർവഹിക്കുമ്പോൾ ഞാൻ പുതുതായി കൊണ്ടൊരു കാര്യം നിർവഹിക്കുകയല്ല ചെയ്യുന്നത്, പാർട്ടിയുടെ കൂട്ടായ ഒരു തീരുമാനത്തെ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം ശരിയാണ്, ഇപ്പോൾ ഒരു റോഡ്, ഒരു സ്ഥലം വരുന്നു, ആ സ്ഥലത്തേക്കൊരു റോഡ് വേണം. അപ്പോൾ പാർട്ടിയുടെ അവിടുത്തെ പ്രാദേശിക പ്രവർത്തകൻ പറഞ്ഞാൽ അതിന് സ്ഥലം വിട്ട് കിട്ടുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നതിലോടുകൂടി പുറകിലെ ഭൂമിയുടെ വില വല്ലാതെ കൂടുകയാണ്. അങ്ങനെ കൂടുമ്പോൾ ഇയാളൊന്നും ചെയ്തില്ലെങ്കിലും ഇരിക്കേണ്ട ഒരു വിഹിതം എന്ന് കൊടുക്കുന്ന രീതി വരുന്നു. ഇത് കിട്ടുന്ന ആൾക്ക് തോന്നി ഇത് കൊള്ളാലോ എന്ന് തോന്നി അങ്ങനെ തെറ്റിലേക്ക് പോകുന്ന പ്രവണതകൾ നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിലേക്ക് വരുന്നു. ഈ കച്ചവടക്കാർ ആദ്യം സമീപിക്കുന്നത് പാർട്ടിക്കാരെയാണ് എന്ന നിലയുണ്ട്. നെൽവയൽ നിർത്തല സംരക്ഷണ നിയമം അടക്കമുള്ളവയ്ക്കൊക്കെ അവർക്ക് പരിഹാരങ്ങളുണ്ട്. പക്ഷേ ആദ്യം പാർട്ടിക്കാരെ സെറ്റിൽ ചെയ്യണമെന്ന അവസ്ഥ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം അത്ര വ്യാപകമായിട്ടൊന്നുമില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലെല്ലാം അത്തരം രീതികളുണ്ട്. ചിലയിടങ്ങളിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിടത്തെല്ലാം ഞങ്ങളത് ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൊതുവായൊരു ബോധമുണ്ട്, അങ്ങനെ പാർട്ടിക്കാർ അതിനകത്ത് ഇടപെടേണ്ടതില്ല, അങ്ങനെ ഇടപെടുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പാർട്ടിയെ ഈ ആളുകൾക്ക് സമീപിക്കാം. ഈ രൂപത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞങ്ങളത് അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. താന്തോണിത്തുരുത്തിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു CPIയുടെ നേതാവിൻ്റെ ടെലിഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ എന്നതിൻ്റെ വ്യക്തമായ ചില സൂചനകളുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം, ഈ മെഡിസിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ചരിയംതുരുത്തിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് CPIഎമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ പണം വാങ്ങി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനയാണ്. അങ്ങനെ ഇവിടെ വരുന്ന പദ്ധതികളിലെല്ലാം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയക്കാർ തടസ്സമായി നിൽക്കുകയോ ഉൾപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ലേ? അല്ലെ, അത് അങ്ങനെ ടെലിഫോൺ സംഭാഷണം നടന്നു എന്നതുകൊണ്ട് മാത്രം അതിൽ പരാമർശിക്കപ്പെടുന്ന ആൾ കുറ്റം ചെയ്തു ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഞങ്ങളുടെ മുൻപിൽ അത് സംബന്ധിച്ച് ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല. ആ ഭൂമി ഞങ്ങൾ തിരഞ്ഞെടുത്തതിന് എനിക്ക് തോന്നുന്നു പാർട്ടി ഒറ്റക്കെട്ടായി തന്നെ പല ഏരിയയിലും നിന്ന് വന്ന സ്ഥലങ്ങൾ, ഓരോ ഏരിയയിൽ ഓരോ ഭൂമി നമ്മൾ നിശ്ചയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചാണ്. അല്ലാണ്ട് മറ്റ് ഘടകങ്ങളൊന്നും ഉണ്ട്. അന്ന് ഗോവിന്ദമാർ സെക്രട്ടറി ആയിരിക്കും സന്ദർഭമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി വരുന്നത്, ഏറ്റവും കൂടുതൽ നികത്തപ്പെടുന്നതും പൊക്കാളിയുടെ ഒരു സവിശേഷത കൂടി ഉള്ളതുകൊണ്ട് ആ ഭൂമി മതി. ഞങ്ങളന്ന് എനിക്ക് ഓർമ്മയുണ്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. അല്ലാതെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം ഇവിടെ തന്നെ ജില്ലാ സമരമായിരിക്കണം എന്ന് നിശ്ചയിച്ചതല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ LDF കൺവീനർ സ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന വാർത്തയ്ക്കുള്ള ഒരു പരിസരം അദ്ദേഹം കൂടുതൽ ഘടകകക്ഷികളുമായി ഇടപഴകാൻ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി എന്നുള്ള കർക്കശം മാറ്റിവെച്ച് കുറെ കൂടി പാർലമെന്ററി രാഷ്ട്രീയത്തിന് അനുയോജ്യമാവണ്ണം കുറെ കൂടി ജനകീയമായ ഇടപെടലുകൾ നടത്താൻ ഒരുങ്ങുന്നു എന്ന അത്തരത്തിലുള്ള പരിസരം ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. അതിൽ യാഥാർത്ഥ്യമുണ്ട്? അല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നോക്കുമ്പോൾ ഏത് ചുമതലയാണോ നിർവഹിക്കുന്നത് ആ ചുമതല എങ്ങനെ ഏറ്റവും നന്നായി നിർവഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ അത് പാർലമെൻ്ററി രംഗമാണല്ലോ. ഏറ്റവും മികച്ച കേരളത്തിലെ തന്നെ കേരളം കണ്ട ഏറ്റവും മികച്ച വൈദ്യുതി മന്ത്രിമാരിൽ ഒരാളായിരുന്നു. ശക്തമായി എതിർക്കുന്ന മാധ്യമങ്ങൾ വരെ പ്രകീർത്തിച്ച് എഴുതിയ ഒരു വൈദ്യുതി മന്ത്രിയായിരുന്നു. സംഘടനാ ചുമതല ഏറ്റു കഴിഞ്ഞപ്പോൾ പിന്നെ സംഘടനാ ചുമതല എങ്ങനെ നിർവഹിക്കും ആ രൂപത്തിലാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം വന്നു എന്ന് പറയുമ്പോഴല്ല, പൊതുവെ പാർട്ടി ഏൽപ്പിക്കുമ്പോൾ ചുമതലകൾ നിർവഹിക്കേണ്ട രീതികളിൽ അത് ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിക്കാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നലെ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് വോട്ടെടുപ്പ് നടന്നു എന്നാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ ഒരു പാനൽ അവതരിപ്പിക്കുന്നു, ഈ പാനൽ വിയോജിപ്പിച്ചില്ല അറിയിക്കുന്നു, അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷ തീരുമാനം നോക്കാമെന്ന് പറയുന്നു. വോട്ടെടുപ്പ് നടക്കുന്നു, 8 പേര് എതിർത്ത് വോട്ട് ചെയ്യുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആവുന്നു, സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആവുന്നു. പാർട്ടിക്കകത്ത് കൂടുതൽ ജനാധിപത്യത്തിൻ്റെ കാറ്റും വെളിച്ചവും വീശി തുടങ്ങി എന്നാണോ കാണേണ്ടത് ഇപ്പോൾ? അല്ല, അങ്ങനെ നടന്നു എന്നുള്ളത് അത് പൊതുവെ മാധ്യമങ്ങൾ വന്നൊരു വാർത്തയാണല്ലോ. അത് സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അല്ലെങ്കിൽ തന്നെയും ഇപ്പോൾ പാർട്ടിക്കകത്ത് നല്ല ജനാധിപത്യമുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ പാർട്ടിയുടെ നയരൂപീകരണത്തിൽ മാത്രമല്ല പഴയ നയം എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് പോലും പാർട്ടിയിൽ ഉടനീളം ഇത്രമാത്രം ഗൗരവമേറിയ ചർച്ച വേറെ ഏതെങ്കിലും പാർട്ടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? ജനാധിപത്യം എന്നുള്ളത് ഏതെങ്കിലും കമ്മിറ്റിക്കകത്ത് ആരെങ്കിലും വരുന്നതിനെക്കുറിച്ചുള്ള വോട്ടെടുപ്പിനകത്ത് ഒതുങ്ങുന്ന ഒരു പ്രക്രിയയല്ല. ഒരു പാർട്ടിയുടെ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് ആ പാർട്ടിയുടെ നയം എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വിഭാഗീയത ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു അഭിപ്രായം, ഒരു വിമർശനം ഉന്നയിച്ചാൽ അത് വിഭാഗീയതയുടെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ വിമർശനം ഉന്നയിക്കുന്ന ആൾ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധി എന്ന തലത്തിൽ കാണാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. പാർട്ടിയിലെ വിഭാഗീയത കുറയുമ്പോൾ
സ്വയം വിമർശന പ്രക്രിയ ശക്തിപ്പെടുമോ? അത് തീർച്ചയായിട്ടും അത് ശരിയാണ്. വിഭാഗീയത ശക്തമായി നിന്നിരുന്ന ഘട്ടത്തിൽ പല തെറ്റായ പ്രവണതകളുണ്ടാകും. ഇപ്പോൾ ശക്തമായ വിഭാഗീയത നിൽക്കുന്നത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് സഹായകരമായ ഒരു അന്തരീക്ഷമാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഭാഗീയത ശക്തമായി നിൽക്കുമ്പോൾ ഓരോ അഭിപ്രായം പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതായി മാറുമോ എന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമുണ്ടാകാം. പുതിയ സമര രൂപങ്ങൾ, പുതിയ തരത്തിലുള്ള വിഷയങ്ങൾ, ദളിത്, സ്ത്രീ, ഇത്തരം വിഷയങ്ങളൊക്കെ പാർട്ടി കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. എന്നാൽ വേണ്ടത്ര ഈ കാലം ആവശ്യപ്പെടുന്ന അളവിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആ രൂപത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ മാർക്സിൻ്റെ വളരെ പ്രസക്തമായ ഒരു വാചകമുണ്ട്, മനുഷ്യനെ സംബന്ധിച്ചുള്ളതൊന്നും എനിക്ക് അന്യമല്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചുള്ള എല്ലാ തലങ്ങളിലും ഇടപെടൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഇത്രമാത്രം അംഗത്വമുള്ളൊരു പാർട്ടി അംഗത്വത്തിൻ്റെ ആ വിഭവശേഷിയെ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ആ പോരായ്മകളൊക്കെയാണ് ഈ സന്നദ്ധ സംഘടനകൾക്കോ മറ്റോ അവർ പ്രവർത്തിക്കുമ്പോൾ തെറ്റല്ലെങ്കിൽ പോലും അവർക്ക് ഇടപെടേണ്ട ഒരു അവസരം ഉണ്ടാക്കിയത്. ഞങ്ങൾ നന്നായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ അവരുമായി ചേർന്ന് കുറേ കൂടി നന്നായി മുന്നോട്ട് പോകാൻ കഴിയും. ആ പ്രവർത്തന രീതി ഇപ്പോൾ കേരളത്തിലാകെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ, പുതിയ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ വളരെ പ്രതീക്ഷയോടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾ, ഇവരെയൊക്കെ സമാഹരിക്കാൻ കഴിഞ്ഞാലല്ലേ CPIM വലിയൊരു ദേശീയ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കും. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി എന്താണ് എന്നുള്ളതൊരു പ്രശ്നമല്ലേ? ഈ ഒരു അനുഭവമുണ്ട്. ഞാൻ ഇൻഷുറൻസിൻ്റെ ഒരു വലിയ സ്വതന്ത്ര സംഘടനയുടെ ഒരു യോഗത്തിൽ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ, കാരണം ഞാനാണ് സെലക്ട് കമ്മിറ്റി രൂപീകരണത്തിലേക്കൊക്കെ നയിച്ചത്, അതിനകത്ത് അംഗമായിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഇടപെടണം. അപ്പോൾ ഞാൻ അവരോട് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്നിൽ പ്രതീക്ഷ വെച്ചിട്ടൊരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അധികാരമുള്ളൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ സന്ദർഭം നിങ്ങൾ ഈ ഇൻഷുറൻസ് വന്നാൽ നിങ്ങളുടെ ജീവിതം ആകെ തകരുമെന്ന് നിങ്ങളെല്ലാവരും പറയുകയാണ്. വിദേശ മൂലധനം വന്നാൽ നിങ്ങൾക്ക് അധികാരമുള്ള സന്ദർഭം നിങ്ങൾ വോട്ട് രേഖപ്പെടുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആകെ രണ്ടുപേര് കൈപോയി. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അധികാരമുള്ള ഏറ്റവും സവിശേഷ സന്ദർഭത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ ദുരിതമാകേണ്ട ഒന്നിന് തീരുമാനമെടുക്കുകയും അത് കഴിഞ്ഞ് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ ഞങ്ങളുടെ പരാജയം എന്താ? അങ്ങനെ ഒന്ന് അവരുടെ ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കുന്ന നയമാണ് എന്ന് ഞങ്ങൾക്ക് അവരെ മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ അവരെ മനസ്സിലാക്കിക്കാൻ കഴിയും? ഇപ്പോൾ ഞാൻ അവരോട് കഴിഞ്ഞ ദിവസം റബ്ബർ കർഷകരോട് പറഞ്ഞു, നിങ്ങളൊരു 10 കൊല്ലം മുമ്പുള്ള പത്രം എടുത്തിട്ട്, മനോരമ തന്നെ എടുത്തിട്ട് കമ്പോളം നിലവാരം വയ്ക്കുക, ഓഹരി നിലവാരം വയ്ക്കുക. റബ്ബറിൻ്റെ വില എത്രയാണ്, MRFൻ്റെ ഓഹരി എത്രയാണ്, അല്ലെങ്കിൽ മറ്റ് ടയർ കമ്പനിൻ്റെ ഓഹരി എത്രയാണ്? ഈ വ്യത്യാസം നോക്കുമ്പോൾ തന്നെ ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നു അറിയാം. പക്ഷെ ഞങ്ങൾക്ക് അവരെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവരെ ഈ യാഥാർത്ഥ്യബോധത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഒരു തിരിച്ചറിവിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അതിൽ ഞങ്ങളുടെ രൂപങ്ങളും ഒരു പുനഃപരിശോധനയ്ക്ക്. എറണാകുളം വളരെ സങ്കീർണമായ CPIM സംബന്ധിച്ച് സാമുദായിക സമവാക്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ പൊതുവെയുള്ള വോട്ടർമാരുടെ ഒരു പൊതുവായുള്ള രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് കൊണ്ടൊക്കെ സങ്കീർണമായ ഒരു ജില്ലയാണ്. അങ്ങനെ ഒരു ജില്ലയെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കുറേ കൂടി ജനങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ ഇപ്പോൾ ജൈവ പച്ചക്കറി, അത് ആരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട കാര്യമല്ല. അപകടങ്ങളിൽപ്പെട്ട ആളുകളെ സഹായിക്കുക, രക്ഷിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സമീപിക്കുക എന്നുള്ളതാണോ ഇനിയുള്ള രീതി? അല്ല, അതിലിപ്പോൾ അത് മാത്രമല്ല, അതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സംഗതി മാത്രമല്ല, നമ്മുടെ ഒരു പ്രാഥമികമായ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. ഒരു രാഷ്ട്രീയത്തിൻ്റെ തുടക്കം സാമൂഹ്യ പ്രതിബദ്ധതയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ലളിത നിർവചനം ഒരാൾ മറ്റൊരാളുടെ പ്രശ്നം തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാളുടെ പ്രശ്നം തിരിച്ചറിയുക എന്നുള്ളത് രാഷ്ട്രീയ ബോധത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തലമാണ്. അപ്പോൾ അപകടത്തിൽപ്പെട്ട ഒരാൾ രക്ഷിക്കേണ്ടത് എൻ്റെ ഒരു ചുമതലയാണ് എന്ന ഒരു ചെറിയ രാഷ്ട്രീയ ബോധം പോലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഒരു സ്വാധീനമുള്ള സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഞങ്ങളുടെ ഒരു പരാജയമാണ്. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലാണ്. CPIM പുതിയ ഒരു നേതൃത്വം വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന് ഘടകമില്ലാത്തൊരവസ്ഥ വന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി പ്രത്യേക ക്ഷണിതാവാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിലില്ല, സംസ്ഥാന കമ്മിറ്റിയിലില്ല. കാരണം അദ്ദേഹം ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി. അത് വളരെ അപൂർവം ആളുകളാണ്. അതിൽ ഒരു പ്രായപരിധിക്ക് അപ്പുറത്തുള്ളവർ എല്ലാവരും സ്വീകരിക്കുമ്പോഴല്ല, അവർ നൽകിയിട്ടുള്ള സംഭാവനകളും എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഇതിലാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക, മറ്റു കാര്യങ്ങളെല്ലാം പാർട്ടി ഇപ്പോൾ പരിശോധിക്കുന്ന കാര്യം സീതാറാം യെച്ചൂരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് അത് സംബന്ധിച്ചുള്ള പ്രതികാര നടപടികൾക്ക് ഇരയാവുന്നുണ്ടോ VS? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ അല്ലല്ലോ. കേരളത്തിന് ഇതേവരുടെ ചരിത്രം നോക്കിയാലും അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള നേതാവാണ്.
പാർട്ടി സംഘടനാ തത്വങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും അംഗത്വം എടുത്ത് ചേർന്നവർ നിലയിൽ എല്ലാവർക്കും ഒരേ ചട്ടങ്ങളാണ് ബാധകമായിട്ടുള്ളത്. അല്ലാണ്ട് ബൂർഷ്വാ സംവിധാനത്തിൽ കോർപ്പറേറ്റിന് ഒരു ആനുകൂല്യവും പാവപ്പെട്ടന് വേറെ നിയമം എന്നുള്ള രീതിയിൽ വ്യത്യസ്ത നിയമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നില്ല. അപ്പോൾ എല്ലാവരും അതിനനുസരിച്ചാണ് വരേണ്ടത്. എന്നാൽ ഇത്രമാത്രം സംഭാവന നൽകിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ കേരളീയ സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതമായി അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. രാജ്യസഭയിൽ നിന്ന് വരുമ്പോൾ താങ്കളുടെ ഏറ്റവും കടുത്ത വിമർശനത്തിനിരയായ സച്ചിൻ ടെണ്ടുൽക്കർ താങ്കൾക്ക് എന്തോ ഒരു സമ്മാനം തന്നു എന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അദ്ദേഹം വളരെ ഉയർന്ന നമ്മളെപ്പോലെ കാര്യങ്ങൾ ചെറുതായി കാണും. എൻ്റെ ഒരു അഭിപ്രായം, ഞാൻ അവിടെ ഉന്നയിച്ചത് നോമിനേറ്റഡ് മെമ്പർമാർ സഭയിൽ വരുന്നത് സംബന്ധിച്ചാണ്. ആ വിമർശനം ഏറ്റവും നന്നായി ഉൾക്കൊണ്ട ആളാണ് സച്ചിൻ. അദ്ദേഹം അതിനുശേഷം സഭയിൽ വരാറുണ്ട്. വളരെ നല്ല രീതിയിലാണ്, വളരെ ഡൗൺ ടു എർത്താണ് അദ്ദേഹം. എല്ലാവരും വളരെ കോഡിയലായിട്ടാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എനിക്ക് ഒരു നല്ല ബെസ്റ്റ് വിഷസ് നൽകി അദ്ദേഹത്തിൻ്റെ ഒപ്പ് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു 2 കോടി രൂപയോളം മൂല്യമുള്ള ചിത്രങ്ങളുടെ കലാകാരനാണ് ജുഗൻ ചൗധരി എന്നുള്ളത്. 70കളിൽ രാഷ്ട്രപതിയുടെ ക്യൂറേറ്ററായിരുന്നു. രാഷ്ട്രീയമായി ഏറ്റവും ശക്തമായ വിയോജിപ്പ് ഞങ്ങളോടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റേതായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഗ്യാലറിയിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ അദ്ദേഹം കൈപിടിച്ച് സെൻട്രൽ ഹാളിലേക്ക് കൊണ്ടുപോയി അവിടെ കസേരയിലിരുത്തി എല്ലാ MP മാരും നോക്കി നോക്കിയിലാണ് ലെറ്റർ എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു സ്കെച്ച് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ടെലിഗ്രാഫ് അത് സംബന്ധിച്ച് ലേഖനം ഡൽഹിയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അവരെല്ലാം രാഷ്ട്രീയം നോക്കിക്കൊണ്ട് അത് ഒരു ഒപ്പിട്ട് തന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ രാഷ്ട്രീയം എന്നോട് ചേരണമെന്നില്ല. ഞാൻ സ്വീകരിച്ച സമീപനത്തെ അവർ അംഗീകരിക്കുന്നു. എൻ്റെ നിലപാടുകളോട് അവർക്ക് വിയോജിപ്പുണ്ടാവും, രാഷ്ട്രീയ പ്രശ്നങ്ങളോട് ഞാൻ ഉന്നയിച്ച ആശയങ്ങളോട് അവർക്ക് വിയോജിപ്പുണ്ട്, അവരുടെ ആശയങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. എനിക്കെപ്പോഴും മനസ്സിലുള്ളത്, ഞാൻ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്ക് ആശംസകൾ നൽകിക്കൊണ്ട് MN വിജയൻ എഴുതി തന്ന ഒരു വാചകം ആദരവോടുകൂടി വിയോജിക്കുന്നവനെന്നാണ്. അത് എപ്പോഴും പുലർത്താൻ ഞാനിപ്പോഴും ശ്രമിക്കുന്നുണ്ട്. വളരെയധികം നന്ദി. ഇനി പാർട്ടിയെയും ഈ ശക്തി സംഭരിച്ച് നയിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. മീറ്റ് ദ എഡിറ്റേഴ്സ് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.